ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ, നീ ഇപ്പോൾ ഒരു കാര്യം ഗ്രഹിക്കണം. ഇന്ന് നീ എന്തായിരിക്കുന്നോ അത് ദൈവത്തിൻ്റെ കൃപയാണ് നിന്നിൽ പ്രവർത്തിച്ചത്. കർത്താവാണ് എല്ലാം ആരംഭിച്ചത്. വിശ്വാസം തന്നത് കർത്താവാണ്. ആ ദൈവം നിന്നെ കൈവെടിയുമെന്നാണോ നീ വിചാരിച്ചത്? ആ ദൈവം നിന്നെ കൈവിട്ട് കളയുമെന്നാണോ നിന്റെ വിചാരം? നിന്റെ കുടുംബം ഒരിക്കലും നശിക്കില്ല. നിന്റെ മക്കൾ വഴിപഴിച്ച് പോവില്ല. നിന്റെ മക്കൾ കൈവിട്ട് പോവില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് സുബോധം നഷ്ടപ്പെട്ട് പിശാചിൻ്റെ ഇഷ്ട നിർവഹണത്തിന് അവരെ സാത്താൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വചനം പറയുന്നു, സുബോധം വീണ്ടെടുത്ത് അവർ തിരിച്ചു വരും. അവരെല്ലാം മടങ്ങി വരും. നിന്റെ കുടുംബം, നിന്റെ തലമുറ നശിക്കില്ല. നിന്റെ കുടുംബം നിരാധാരമായി പോവില്ല. നിന്നെ കർത്താവ് വീണ്ടെടുക്കും. പ്രിയപ്പെട്ട മക്കളെ, ഈ കൃപയിൽ വിശ്വസിച്ച് ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് നീ വിശ്വസിക്കാൻ നിനക്ക് പറ്റിയാൽ ഇപ്പോൾ ഈ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് നിന്റെ ജീവിതത്തിൻ്റെ